ഇന്ത്യൻ വാഹന വിപണിയിൽ 2 പതിറ്റാണ്ടിലേറെ സജീവമായിരുന്ന അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജനറൽ മോട്ടോഴ്സിന്റെ ഉപവിഭാഗമായ ഷെവർലെ 2017 ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാനെടുത്ത തീരുമാനം രാജ്യത്തെ വാഹനപ്രേമികളെയും വ്യവസായത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചു. ഒരു കാലത്ത് ശക്തമായ മത്സരരംഗത്ത് തങ്ങളുടേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ ശ്രമിച്ച ഒരു ആഗോള ബ്രാൻഡിന്റെ പരാജയമായി ഈ പിൻവാങ്ങൽ വിലയിരുത്തപ്പെടുന്നു. വെറും മോശം വിൽപ്പനയും സാമ്പത്തിക നഷ്ടവും മാത്രമായിരുന്നില്ല ഈ തീരുമാനത്തിന് പിന്നിൽ. മറിച്ച് നിരവധി ആഭ്യന്തരവും ബാഹ്യവുമായ ഘടകങ്ങൾ ഒരുമിച്ചുണ്ടായതാണ് ഈ വിപണിയിൽ നിന്ന് പിൻവാങ്ങാൻ അവരെ നിർബന്ധിതരാക്കിയത്. ഈ വീഡിയോയിൽ ഷെവർലെയുടെ ഇന്ത്യയിലെ പരാജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുന്നു. തുടർച്ചയായ സാമ്പത്തിക നഷ്ടം ഷെവർലെയുടെ ഇന്ത്യയിലെ പിൻവാങ്ങലിന്റെ ഏറ്റവും പ്രധാന കാരണമാണ്. 2013-നും 2016-നും ഇടയിൽ ജനറൽ മോട്ടോഴ്സിന് ഇന്ത്യയിൽ മാത്രം ഏകദേശം 8,000 കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വലിയ നഷ്ടം ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ലാഭകരമല്ലെന്ന് കമ്പനിയുടെ ആഗോള നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി. ഇന്ത്യൻ ഉപഭോക്താക്കൾ വില, ഇന്ധനക്ഷമത, കുറഞ്ഞ പരിപാലന ചെലവ്, ഉയർന്ന റീസെയിൽ വാല്യൂ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മാരുതി സുസുക്കി, ഹുണ്ടായി തുടങ്ങിയ കമ്പനികൾ ഈ ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഉചിതമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു. എന്നാൽ ഷെവർലെയ്ക്ക് ഈ ആവശ്യങ്ങളോട് മത്സരിക്കാൻ സാധിച്ചില്ല. ഷെവർലെ ബീറ്റ്, സ്പാർക്ക്, എൻജോയ് തുടങ്ങിയ മോഡലുകൾക്ക് വിപണിയിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. വില കുറഞ്ഞ ചെറു കാറുകളുടെ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന മാരുതി സുസുക്കിയും ഹുണ്ടായിയും ഷെവർലെയുടെ പ്രധാന എതിരാളികളായിരുന്നു. ഈ രണ്ട് കമ്പനികളും ചേർന്ന് ഇന്ത്യൻ വിപണിയുടെ 80%-ലധികം വിൽപ്പന വിഹിതം കൈവശം വെച്ചിരുന്നു. ടാറ്റ, മഹീന്ദ്ര തുടങ്ങിയ പ്രാദേശിക ബ്രാൻഡുകളും ഫോർഡ്, ഹോണ്ട പോലുള്ള അന്താരാഷ്ട്ര ബ്രാൻഡുകളും ശക്തമായ മത്സരമുയർത്തി. ഈ കടുത്ത മത്സരത്തിൽ ഷെവർലെയുടെ വിൽപ്പന വിഹിതം 2007-ലെ 5% എന്നതിൽ നിന്ന് 2016-ൽ 1%-ആയി കുറഞ്ഞു. വിൽപ്പന കുറഞ്ഞതോടെ ഉൽപാദന ചെലവ് കൂടുകയും ഓരോ വാഹനത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭം കുറയുകയും ചെയ്തു. ഇത് പ്രവർത്തന ചെലവുകൾ കൂട്ടി ഒടുവിൽ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിച്ചു. ഷെവർലെയുടെ പരാജയത്തിന് മറ്റൊരു പ്രധാന കാരണം ഇന്ത്യൻ വിപണിയെ ശരിയായി മനസ്സിലാക്കാതെ ഉൽപ്പന്നങ്ങൾ ഇറക്കിയതാണ്. ആഗോളതലത്തിൽ വിജയകരമായ മോഡലുകൾ അതേപടി ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു. ഉദാഹരണത്തിന് 1996-ൽ ഒപ്പൽ ബ്രാൻഡിൽ ഇറക്കിയ ഒപ്പൽ വെക്ട്ര പോലുള്ള ഉയർന്ന വിലയുള്ള കാറുകൾ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കൊത്ത് ഇറക്കിയവയല്ലായിരുന്നു. ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമല്ലാത്ത സസ്പെൻഷൻ, ഉയർന്ന മെയിൻ്റനൻസ് ചെലവ് എല്ലാം ഈ കാറുകൾക്ക് തിരിച്ചടിയായി. ടവേര എന്ന മോഡലുമായി ബന്ധപ്പെട്ടുണ്ടായ എമിഷൻ വിവാദം കമ്പനിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കി. ഏകദേശം 1.14 ലക്ഷം ടവേര കാറുകൾ തിരിച്ചു വിളിക്കാൻ ഇത് കാരണമായി. ഈ സംഭവം ഉപഭോക്താക്കൾക്കിടയിൽ ഒരു ഭയം സൃഷ്ടിക്കുകയും ചെയ്തു. പുതിയ മോഡലുകൾ വിപണിയിൽ എത്തിക്കുന്നതിലെ കാലതാമസവും നിലവിലുള്ള മോഡലുകളുടെ കാലഹരണപ്പെട്ട രൂപകൽപ്പനയും ഷെവർലെയ്ക്ക് തിരിച്ചടിയായി. വിപണിയിലെ എതിരാളികൾ എല്ലാ വർഷവും പുതിയ ഡിസൈനുകളും ഫീച്ചറുകളും അവതരിപ്പിച്ചപ്പോൾ ഷെവർലെ കാലഹരണപ്പെട്ട പ്ലാറ്റ്ഫോമുകളും എഞ്ചിനുകളും ഉപയോഗിച്ച് പഴയ മോഡലുകൾ തുടർച്ചയായി വിൽക്കാൻ ശ്രമിച്ചു. ഷെവർലെ ക്രൂസ് ഒരു കാലത്ത് പെർഫോമൻസ് കാർ പ്രേമികളുടെ പ്രിയങ്കരനായിരുന്നെങ്കിലും എതിരാളികളായ ഹുണ്ടായി എലാൻഡ്ര, ഫോക്സ്വാഗൻ ജെറ്റ തുടങ്ങിയ പുതിയ മോഡലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുപോലെ എൻജോയ് എന്ന MPV മാരുതി എർട്ടിഗയോട് മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും മോശം ഡിസൈനും കുറഞ്ഞ ഫീച്ചറുകളും കാരണം പരാജയപ്പെട്ടു. ഏതൊരു വാഹന ബ്രാൻഡിന്റെയും വിജയം അതിന്റെ ആഫ്റ്റർ സെയിൽ സർവീസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ ഷെവർലെ തീർത്തും പരാജയപ്പെട്ടു. സർവീസ് സെന്ററുകളുടെ എണ്ണത്തിലും നിലവാരത്തിലും അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. ഷെവർലെയുടെ പിൻവാങ്ങലിന് മുൻപ് 400-ലധികം വിൽപ്പന കേന്ദ്രങ്ങൾ അവർക്കുണ്ടായിരുന്നെങ്കിൽ പിൻവാങ്ങലിന് ശേഷം 170-ൽ താഴെ സർവീസ് സെന്ററുകൾ മാത്രമാണ് അവർ നിലനിർത്തിയത്. സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവും ഉയർന്ന വിലയും ഉപഭോക്താക്കളെ രോഷാകുലരാക്കി. പല ഉപഭോക്താക്കൾക്കും ചെറിയ ഭാഗങ്ങൾക്കായി പോലും ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വന്നു. ഇത് ഷെവർലെ കാറുകൾക്ക് മോശം പ്രതിച്ഛായ നൽകുകയും നിലവിലുള്ള ഉപഭോക്താക്കൾക്കിടയിൽ അവിശ്വാസം വളർത്തുകയും ചെയ്തു. ഷെവർലെ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന വാർത്ത വന്നതോടെ ഡീലർമാർക്ക് വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വന്നു. കമ്പനിയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് വലിയ തുക നിക്ഷേപിച്ച് ഷോറൂമുകളും സർവീസ് സെന്ററുകളും സ്ഥാപിച്ച പല ഡീലർമാർക്കും കനത്ത നഷ്ടം നേരിട്ടു. ഒരു ഡീലർഷിപ്പ് തുടങ്ങാൻ ഏകദേശം 6 കോടിയോളം രൂപ നിക്ഷേപിച്ച പലർക്കും അതിന്റെ 12% പോലും നഷ്ടപരിഹാരമായി ലഭിച്ചില്ല. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഡീലർമാരും കമ്പനിയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും പല ഡീലർമാരും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഡീലർമാരുടെ ഉപദേശക സമിതി ജനറൽ മോട്ടോഴ്സിനെതിരെ അമേരിക്കയിലെ കോടതിയിൽ വരെ നിയമ നടപടികൾ ആലോചിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പ്രശ്നങ്ങൾ ഷെവർലെയുടെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ കോട്ടമുണ്ടാക്കി. ഷെവർലെയുടെ പരാജയത്തിന് മറ്റൊരു പ്രധാന കാരണം നേതൃത്വത്തിലെ തുടർച്ചയായ മാറ്റമാണ്. 21 വർഷത്തെ കാലയളവിൽ 9 CEOമാരാണ് ജനറൽ മോട്ടോഴ്സിന്റെ ഇന്ത്യൻ ബിസിനസിനെ നയിച്ചത്. ഇത് കമ്പനിയുടെ ദീർഘകാല തന്ത്രങ്ങളെ അട്ടിമറിച്ചു. ഓരോ പുതിയ CEO വരുമ്പോഴും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും പഴയവ ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ സ്ഥിരതയില്ലായ്മ ഡീലർമാർക്കും ജീവനക്കാർക്കുമിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. കൂടാതെ ജനറൽ മോട്ടോഴ്സിന്റെ ആഗോള നയം ഇന്ത്യയിലെ പിൻവാങ്ങലിന് ഒരു പ്രധാന കാരണമായി.
2017 ലാഭകരമല്ലാത്ത വിപണികളിൽ നിന്ന് പിൻവാങ്ങാനും US, ചൈന തുടങ്ങിയ പ്രധാന വിപണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ജനറൽ മോട്ടോഴ്സ് തീരുമാനിച്ചു. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും സ്വയം പ്രവർത്തിക്കുന്ന കാറുകളിലേക്കും ശ്രദ്ധ മാറാനുള്ള ആഗോള നയവും ഇന്ത്യയിലെ നിക്ഷേപം വേണ്ടെന്ന് വെക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ദക്ഷിണാഫ്രിക്ക, ഇന്തോനേഷ്യ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജനറൽ മോട്ടോഴ്സ് ഇതേ നയം പിന്തുടർന്ന് പിൻവാങ്ങി. ഷെവർലെയുടെ പിൻവാങ്ങൽ ഉപഭോക്താക്കൾക്ക് വലിയ ആശങ്കകൾ സൃഷ്ടിച്ചു. അവരുടെ കാറുകളുടെ റീസെയിൽ വാല്യൂ കുത്തനെ ഇടിഞ്ഞു. ഒരു രാത്രി കൊണ്ട് 20-25% വരെ മൂല്യം കുറഞ്ഞതായി സർവേകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ ഭാവിയിൽ സ്പെയർ പാർട്സ് ലഭ്യമാകുമോ എന്ന ആശങ്കയും അവരെ അലട്ടി. നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വാങ്ങുന്നവർ കുറഞ്ഞ വില മാത്രം വാഗ്ദാനം ചെയ്യുകയും ചെയ്തത് ഈ പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ചു. കമ്പനിയുടെ പിൻവാങ്ങൽ വാർത്ത വന്നപ്പോൾ പല ഉപഭോക്താക്കളും കമ്പനി വാഗ്ദാനം ചെയ്ത ആഫ്റ്റർ സെയിൽ സർവീസ് ലഭിക്കുമോ എന്നറിയാതെ ആശങ്കയിലായി. ജനറൽ മോട്ടോഴ്സിന് ഇന്ത്യയിൽ ഗുജറാത്തിലെ ഹലോൾ, മഹാരാഷ്ട്രയിലെ തലേഗാവ് എന്നിവിടങ്ങളിലായി 2 നിർമ്മാണ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. ഷെവർലെയുടെ പിൻവാങ്ങലിന് ശേഷം ഈ പ്ലാന്റുകളുടെ ഭാവിയും ചോദ്യചിഹ്നമായി. 2017 ചൈനീസ് വാഹന നിർമ്മാതാക്കളായ MG മോട്ടോഴ്സ് ഹലോൾ പ്ലാന്റ് ഏറ്റെടുത്തു. പിന്നീട് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ ഗ്രേറ്റ് വാൾ മോട്ടോഴ്സുമായി തലേഗാവ് പ്ലാന്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ അതിർത്തിയിലെ പ്രശ്നങ്ങൾ കാരണം പരാജയപ്പെട്ടു. ഒടുവിൽ 2023 ഹുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് തലേഗാവ് പ്ലാന്റ് 6000 കോടി രൂപയുടെ നിക്ഷേപത്തിൽ ഏറ്റെടുത്തു. ഈ പ്ലാന്റ് ഏറ്റെടുത്തതിലൂടെ ഹുണ്ടായിക്ക് തങ്ങളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും കൂടുതൽ മോഡലുകൾ വേഗത്തിൽ പുറത്തിറക്കാനും സാധിച്ചു. ചുരുക്കത്തിൽ ഷെവർലെയുടെ ഇന്ത്യയിലെ പിൻവാങ്ങൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. മറിച്ച് ഉചിതമായ ഉൽപ്പന്നങ്ങളുടെ അഭാവം, മോശം ആഫ്റ്റർ സെയിൽ സർവീസ്, നേതൃത്വത്തിലെ സ്ഥിരതയില്ലായ്മ, സാമ്പത്തിക നഷ്ടം, മാതൃകമ്പനിയുടെ ആഗോള പുനഃസംഘടന എന്നിവയെല്ലാം ചേർന്ന ഒരു വലിയ പരാജയത്തിന്റെ കഥയായിരുന്നു അത്. മാരുതി സുസുക്കിയും ഹുണ്ടായും സൃഷ്ടിച്ച ശക്തമായ ആവാസ വ്യവസ്ഥയെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ പിൻവാങ്ങൽ ഒരു പ്രധാന പാഠമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായ ഇന്ത്യയിൽ വിജയിക്കണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഉപഭോക്തൃ വിശ്വാസവും സേവനവും അതിപ്രധാനമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.